തൃശൂരിൽ പട്ടാപ്പകൽ വൻ സ്വർണ്ണ കവർച്ച നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണമായിരുന്നു കവർന്നത്. കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളായിരുന്നു ദേശീയപാത കുതിരാന് സമീപത്ത് വെച്ച് 3 കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം കവർന്നത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഘത്തിന്റെ നേതാവ് ഇൻസ്റ്റാഗ്രാം താരമാണ്. കവർച്ച ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സംഘത്തലവൻ പത്തനംതിട്ട തിരുവല്ല തിരുമൂലപുരം ചിറപ്പാട്ടിൽ റോഷൻ വർഗീസിന് ഇൻസ്റ്റാഗ്രാമിൽ 1.5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. റോഷൻ മോഷ്ടാവാണെന്ന് ഫോളോവേഴ്സിന് മിക്കവർക്കും അറിയില്ല. +2 വരെ പഠിച്ച റോഷന് 22 കേസുകളുണ്ട്. കവർച്ച നടന്ന സമയത്ത് അതുവഴി പോയ സ്വകാര്യ ബസ്സിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ് നിർണായകമായി തീർന്നത്. റോഷന്റെ സംഘത്തിൽപ്പെട്ട തിരുവല്ല ആലംതുരുത്തി മാങ്കുളത്തിന് ഷിജോ വർഗീസ്, തൃശൂർ NS പുരം പള്ളിനാട ഓളക്കൽ സിദ്ദിഖ്, നെല്ലായി കൊളത്തൂർ തൈവളപ്പിൽ നിഷാന്ത്, കയ്പമംഗലം 3 പീടിക ആടിപ്പറമ്പിൽ നിഖിൽ നാഥ് എന്നിവരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവരെ റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം നടന്നത്. കോയമ്പത്തൂരിൽ പണി കഴിപ്പിച്ച് തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണമാണ് മുഖമറച്ചെത്തിയ സംഘം കവർന്നത്. 2 ഇന്നോവ, 1 റെനോ ട്രൈബ് എന്നീ കാറുകളിലായാണ് കവർച്ചാ സംഘം എത്തിയത്. ഇനി 4 പേരെ കൂടി പിടികൂടാനുണ്ട്. കോയമ്പത്തൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് തൃശൂരിലെ ജ്വല്ലറിയിലേക്ക് 2.5 കിലോ സ്വർണ്ണമാലകളുമായി സഞ്ചരിക്കുകയായിരുന്ന 2 യുവാക്കളെ പട്ടിക്കാട് കല്ലിടുക്കിൽ വച്ചാണ് കൊട്ടേഷൻ സംഘം ആക്രമിച്ചത്. ഏറെ ദൂരം യുവാക്കളുടെ കാറിനെ 3 കാറുകളിൽ പിന്തുടർന്ന് ഇവർ തടഞ്ഞു നിർത്തി കാറിന്റെ ചില്ല് തകർത്ത് ഡോർ തുറന്നു. കത്തി കഴുത്തിൽ വച്ച് ഭീഷണിപ്പെടുത്തി യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി. സ്വർണം ഒളിപ്പിച്ചു വച്ചിരുന്ന കാറും ഇവർ കൈവശപ്പെടുത്തി. പ്രതികളിൽ സിദ്ദിഖ്, നിഷാന്ത്, നിഖിൽനാഥ് എന്നിവരെ ചൊവ്വാഴ്ച പുലർച്ചെ 3:30 കുതിരാനിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംഘത്തലവൻ റോഷനെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചത്. പ്രതികൾ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്നത് വ്യാജ നമ്പർ പ്ലേറ്റ് ആയതിനാൽ അന്വേഷണം ദുഷ്കരമായി തീർന്നിരുന്നു. 2 കാറുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതി റോഷൻ തമിഴ്നാട്ടിലും കർണാടകയിലും സമാന രീതിയിൽ കവർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. റോഷനെതിരെ തിരുവല്ല, ചങ്ങനാശ്ശേരി, ചേർത്തല സ്റ്റേഷനുകളിൽ 22 കേസുകളാണ് നിലവിലുള്ളത്. ഷിജോയ്ക്കെതിരെ 9 കേസുകളും സിദ്ദിഖിനെതിരെ 8 കേസുകളും നിഷാന്തിനെതിരെ 1 കേസും നിഖിലിനെതിരെ 12 കേസും നിലവിലുണ്ട്. പ്രതികൾ യുവാക്കളിൽ നിന്ന് തട്ടിയെടുത്ത കാർ നടത്തറയിൽ നിന്ന് നേരത്തെ കണ്ടെടുത്തിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് സ്വർണം കൊണ്ടുവരുന്നത് സംഘത്തെ അറിയിച്ച ആളെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറയുകയും ചെയ്തു. സിനിമാ സ്റ്റൈലിൽ കാറ് വളഞ്ഞായിരുന്നു ഇവരെ തട്ടിക്കൊണ്ടുപോയതും സ്വർണം കവർച്ച ചെയ്തതും. +2 വരെ പഠിച്ച റോഷന് 22 കേസുകളാണ്. റോഷൻ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. നിർണായകമായി തീർന്നത് CCTV ദൃശ്യങ്ങളായിരുന്നു. ഇതിന് പിന്നാലെ സഞ്ചരിച്ചാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്.